അത് കഴിഞ്ഞിട്ടാണ് ഞാൻ മദ്രാസിലേക്ക് പോകുന്നതും സിനിമയിലൊക്കെ ആയി. സിനിമയൊക്കെ കുറേ വർഷങ്ങൾ കഴിഞ്ഞാണ് അപ്പു നായർ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ബോംബെയിൽ ലൈറ്റ് മ്യൂസിക്കൊക്കെ പുള്ളി നടത്താറുണ്ടായിരുന്നു. അതിനിടയ്ക്ക് ദാസ് ഇങ്ങനെ ഇരിക്കാൻ പാടില്ല, സംഗീതം പഠിച്ചതല്ല, അപ്പം മക്കൾ മൃദംഗമൊക്കെ വായിക്കുന്നുണ്ട്. അങ്ങനെ ടി വി ഗോപാലകൃഷ്ണൻ എടുത്ത് അവർ പഠിക്കുകയാണ്, ഈ അപ്പു നായരുടെ മക്കൾ. അപ്പോൾ അവരോടുള്ള ഇതും ടി വി ഗോപാലകൃഷ്ണൻ്റെ ബന്ധവും ജയവിജയൊക്കെ വീട്ടിൽ ഇങ്ങനെ ഞങ്ങളൊക്കെ ഇതൊക്കെ വന്നപ്പോൾ സ്വാമിയെ കൊണ്ട് പരിചയപ്പെടുത്തി ഒരു കച്ചേരിക്ക് അദ്ദേഹം ഫെലിസിറ്റേറ്റ് ചെയ്യാൻ വരണം എന്ന് പറഞ്ഞുകൊണ്ട് ടി വി ജിയും അപ്പു നായരും ജയവിജയൊക്കെ കൂടി, ജയവിജയന്മാരന്ന് സ്വാമിയുടെ ശിഷ്യന്മാരായിട്ടിരിക്കുക. അങ്ങനെയാണ് അത് തുടങ്ങിയത്. അത് ആദ്യത്തെ ഒരു 69-ലാണ് ആദ്യമായിട്ട് ഞാൻ കച്ചേരി ചെയ്യുന്നു. ഞാൻ കച്ചേരി ചെയ്യുമ്പോൾ അദ്ദേഹം വന്നതിനെ ഫെലിസിറ്റേഷൻ ചെയ്തിട്ട് എനിക്ക് സംഗീത രാജ എന്ന് പറഞ്ഞിട്ടൊരു ടൈറ്റിലും ഒക്കെ തന്ന്, പിന്നെ അതിനകത്ത് മുഖ്യമായിട്ട് ബോംബെ ഷൺമാൻ ഹാളിൽ അന്ന് ഏറ്റവും ഒരു മുഖ്യമായിട്ടുള്ള ഒരു കാര്യം, അദ്ദേഹത്തിന് ശങ്കരാചാര്യരുടെ പീഠത്തിൽ നിന്ന് കിട്ടിയ ഒരു ഈ ഇവിടെ കാഞ്ചി അവരുടെ ഒരു പൊന്നാട കിട്ടിയത്. ആ പൊന്നാട തന്നെയാണ് എനിക്ക് തന്ന് അനുഗ്രഹിച്ചത്. അത് കഴിഞ്ഞിട്ട് ഇവർ തന്നെ തീരുമാനിച്ചു ഒന്ന് സ്വാമിയും ദാസും കൂടി ഒന്ന് പാടിക്കൂടെ എന്ന് പോയി ചോദിച്ചപ്പോൾ യാതൊരു മടിയും കൂടാതെ, സാധാരണ ഒരു ലെവലിലുള്ള ആൾ ഒരു ശിഷ്യനായിട്ടിരുന്ന് പാടുക എന്ന് പറഞ്ഞാൽ അത് സമ്മതിക്കാറുള്ളതല്ല. അതിനെന്താ എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി അങ്ങ് ഓപ്പണായിട്ടാ മനസ്സിൻ്റെ അതിന് മറ്റുള്ള ചില മഹാന്മാര് എതിർപ്പായിട്ട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ കാതിൽ അദ്ദേഹത്തിനോട് നേരിട്ട് വിളിച്ചു പറഞ്ഞു, എന്താ ചെയ്യാൻ പോണേ, പാടിയാലെന്താ. അതെ. എന്നിട്ട് ഞാന് കച്ചേരിക്ക് ഇരുന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്നപ്പോൾ ഞാനൊരു 2 അടി പുറകോട്ട് ഇരുന്നാണ് പാടിയത്. അല്ല, ഇന്ന് നമ്മൾ രണ്ടുപേരും കൂടി അല്ലേ പാടണേ, മുൻപോട്ട് വരൂ, ഒന്നിച്ചിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് പാടാനല്ല തോന്നിയ വാദത്തില്. അതെ, അത് കഴിഞ്ഞ് ഓരോ സമയത്തും എൻകറേജ് ചെയ്യുന്നത്, ഓരോ സംഗതി പാടിക്കഴിഞ്ഞിട്ട് അദ്ദേഹം പാടിയിട്ട് പാടൂ എന്ന് പറയുമ്പോൾ നമ്മൾ പാടിക്കാൻ ബേലേ ബേലേ എന്നൊക്കെ, ഇതൊക്കെ കൊണ്ട് ഒരു മനുഷ്യനെ ഒരു വലിയ വൻ ശക്തിക്ക് വളർത്തിയെടുക്കാൻ നോക്കും. അത് ഒരു ഗുരുവും ചെയ്യില്ല. ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര ഗുരുക്കന്മാരുടെ ശിഷ്യന്മാര് ആ ലെവലിൽ വന്നിട്ടുണ്ട്, വളരെ വിരളായിട്ട്. അത് ചെമ്പയുടെ ശിഷ്യന്മാരെല്ലാവരും ഒരുവിധം കഞ്ഞി കുടിക്കാനുള്ള പരുവത്തിൽ കഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. അതാണ് ഏറ്റവും അനുഗ്രഹവും ആ ഒരു ആത്മാർത്ഥമായിട്ടാണ്. ഗാനഗന്ധർവൻ പത്മവിഭൂഷൺ ഡോക്ടർ KJ യേശുദാസ് തൻ്റെ പ്രിയ ഗുരുനാഥനായ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരെക്കുറിച്ച് സംസാരിക്കുന്നു.